പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും ആത്മരക്ഷ മിനിസ്ട്രിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി ജനിച്ചവനാണ്. അവൻ രാജകുമാരനായി ജനിച്ചവനല്ല. അവൻ സാധാരണ ഒരു മനുഷ്യൻ ജനിക്കുന്നത് പോലെ ജനിച്ചവനല്ല. യഹൂദന്മാരുടെ രാജാതി രാജാവായി ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കിഴക്ക് വിദ്വാൻമാർ അവൻ്റെ നക്ഷത്രം കണ്ടപ്പോൾ യെരുശലേമിലേക്ക് കടന്നു വന്ന് ഈ യേശുവിനെ, ഈ രാജാതി രാജാവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നുവെന്ന് കൊട്ടാരത്തിൽ കയറി ഹേരോദ രാജാവിനോട് പറഞ്ഞപ്പോൾ യെരുശലേമും അതുപോലെ ഹേരോദ രാജാവും ഭ്രമിപ്പാനായിട്ടിടയായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വിദ്വാൻമാരുടെ ഒരു വലിയ കൂട്ടമാണ് അവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. ഈ വിദ്വാൻമാരെ കുറിച്ച് പഠിക്കുമ്പോൾ 100 കണക്കിന് മൈലുകൾ താണ്ടിയിട്ടാണ് യെരുശലേമിൽ അവർ എത്തിയിട്ടുള്ളത്. അവർ ജാതികളാണ് ദൈവത്തിന്റെ പൈതലെ. യേശു കർത്താവിനെ കാണുവാനായിട്ട്, ഈ രാജാതി രാജാവിനെ കാണുവാനായിട്ട് ആയിരക്കണക്കിന് വിദ്വാൻമാർ കൂട്ടം കൂടി വന്നപ്പോൾ രാജാവ് ഭ്രമിച്ചു. അപ്പോൾ തന്നെ മഹാപുരോഹിതന്മാരെയും അതുപോലെ ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി. എന്നിട്ട് അവരോട് സ്പഷ്ടമായി ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു, യഹൂദിയിൽ ബേത്ലഹേമിൽ തന്നെ എന്ന് പറയുവാനായിട്ടിടയായി. ഈ യേശു ക്രിസ്തു ദൈവത്തിന്റെ വലിയ പ്രവചനം നിവൃത്തിയായവനാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ തല തകർക്കുമെന്നും അവന്റെ കുതികാൽ തകർക്കുമെന്നും വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുപോലെ മീക പ്രവചനം 5-ന്റെ 2-ാം വാക്യവും നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ബേത്ലഹേമിൽ തന്നെ ജനിക്കുമെന്ന് മിക്ക പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച്, അവന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സ്നാപകൻ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിതായിട്ട് കാണുവാനായിട്ട് കഴിയും. 4 ചിന്തകൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. മത്തായി 2-ന്റെ 7 മുതൽ 12-ാം വാക്യം വരെ. എന്നാൽ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിനെ വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയായോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വലിയ 4 ചിന്തകൾ ചുരുക്കമായി ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 2-ന്റെ 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. യേശു ക്രിസ്തുവിനെ സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് ഇന്ന് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. കണ്ടെത്തതിനെക്കുറിച്ച് കണ്ടെത്തുകയാണ് ദൈവത്തിൻ്റെ വലിയ അറിവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഫിലിപ്പോസ് യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുവാനായിട്ടിടയായി. ആ വേദഭാഗം ഞാനിവിടെ വായിക്കാനായി ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 45-ാമത്തെ വാക്യം. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന് നസ്രയത്തുകാരൻ എന്ന് പറഞ്ഞു. നഥാനിയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ നസ്രയത്ത് നിന്ന് വല്ല നന്മയും വരുമെന്ന് അവൻ അത് ഫിലിപ്പോസിനോട് ചോദിച്ചു. വന്ന് കാണുന്നു പറഞ്ഞു.
മാത്രമല്ല യേശു കർത്താവ് അവൻ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അതെ ഇവൻ സാക്ഷാൽ ഇസ്രായേലൻ, ഇവൻ കളങ്കമില്ലാത്തവനാണ് എന്ന് യേശു കർത്താവ് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യേശു അത് മാത്രമല്ല പറഞ്ഞത്, നീ അത്തിയുടെ കീഴിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ, ഗുരു നീ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയും നീ രാജാതി രാജാവാണെന്ന് അവൻ യേശുവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ ഇതിലും വലുത് കാണും എന്ന് പറഞ്ഞു. യേശു കർത്താവിനെ അതെ വ്യക്തമായി കണ്ടുമുട്ടിയ വ്യക്തി ശമരിയ സ്ത്രീ. നമുക്കറിയാം, അവൾ വെള്ളം കോരാനായിട്ട് കടന്നു വന്നപ്പോൾ യേശു കർത്താവ് ആ ശമരിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൾ യേശു കർത്താവിന് ദാഹിച്ചപ്പോൾ യേശു കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ശമര്യർക്കും അതെ യഹൂദന്മാർക്കും ബന്ധമില്ലായിരുന്നു. അപ്പോൾ നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്തെന്ന് അവൾ ചോദിച്ചു. ഒന്ന് യഹൂദനാണെന്ന് കണ്ടു, മാത്രമല്ല യാക്കോബിനേക്കാൾ നീ വലിയവനാണോ എന്ന് അവൾ ചോദിച്ചു. മൂന്നാമതായിട്ട് നീ പ്രവാചകനെന്ന് ഞാൻ അറിയുന്നുവെന്ന് അവൾ പറയുവാനായിട്ടിടയായി. നാലാമതായിട്ട് മശിഹായെ കാത്തിരിക്കുന്ന ശമരിയ സ്ത്രീ, ആ പുറജാതിക്കാരെത്തി അത് യേശു കർത്താവിനെ കാത്തിരുന്നവളായിരുന്നു. അവളോട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ആ സംഭാഷണത്തിൽ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 4:25-26 വാക്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്ത്രീ അവനോട്, അതെ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് അവളോട് പറയാനായിട്ടിടയായി. യേശു കർത്താവിനെ അവൾ കണ്ടുമുട്ടി, ഈ രാജാതി രാജാവിനെ കണ്ടുമുട്ടി. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കണം, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കണം. അത് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു ദൂതെന്തെന്ന് ചോദിച്ചാൽ, ഈ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് നീ സ്വീകരിക്കണം. അത് മാനവജാതികൾക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്ന ഈ യേശു കർത്താവ് നിന്നെ രക്ഷിപ്പാനായിട്ടത്രേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ യേശു ക്രിസ്തുവിനെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് 2:10-11 വാക്യം, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയായോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. രണ്ടാമതായിട്ട് അത് യേശു കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ യേശു കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരായിട്ട് മാറണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു ജനിച്ചു മരിച്ചിട്ട് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, ദൈവത്തിൻ്റെ പൈതൽ. അതുകൊണ്ട് യേശു കർത്താവിനെയാണോ നീ ആരാധിക്കുന്നതെന്ന് ശാന്തമായിട്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ശത്രുക്ക് മേശക്ക് അബ്ദിനെഗോനെ നീ എടുത്തു നോക്കുമ്പോൾ അവർ ദൈവത്തെ മാത്രം ആരാധിച്ചുള്ളൂ. നാലാമതൊരുവൻ അവർക്ക് പ്രത്യക്ഷനായി, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഈ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് വ്യക്തമായി നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തെ ഉപരിയായി, യേശു കർത്താവിനെ ഉപരിയായി ആരാധിക്കണം. അതാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ ഏതിനെയാണ് അധികമായി ആരാധിക്കുന്നത് ചിന്തിച്ചു നോക്കുക. പണത്തെയാണോ ആരാധിക്കുന്നത്? മക്കളെയാണോ ആരാധിക്കുന്നത്? അതെ, നീ ഏതിനെയാണ് കൂടുതൽ ആരാധിക്കുന്നത്? യേശു കർത്താവിനെ മാത്രം ആരാധിക്കുന്നവനായിട്ട് മാറണം ദൈവത്തിൻ്റെ പൈതലെ. മൂന്നാമതായിട്ട് ഒരു ചിന്ത കൂടെ ഞാൻ പറയട്ടെ. 2:11 വാക്യം, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കും മൂറും കാഴ്ചവെച്ചു. ആ കൊട്ടാരത്തിലെ വിലപ്പെട്ടത് യേശു കർത്താവിന് വേണ്ടി അവർ സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പൈതല് യേശു ക്രിസ്തുവിന് വേണ്ടി വലിയത് കൊടുക്കണം, നല്ലത് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. കോരിന്ത്യ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ 2 കോരിന്ത്യർ 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കോരിന്ത്യ സഭ സമ്പന്ന സഭയായിരുന്നു. ആ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ വിശ്വാസത്തിലും സ്നേഹത്തിലും അതുപോലെ പരിജ്ഞാനത്തിലും സകലത്തിലും അവർ മുന്തിരിക്കുന്നവരായിരുന്നു. എങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ അവർ പിശുക്കന്മാരായിരുന്നു എന്ന് തന്നെ പറയട്ടെ. അവിടെ അതിൻ്റെ 12-ാം വാക്യപ്രകാരം പറയുന്നു, ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്ത പോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവം പ്രസാദിക്കുവാനായിട്ടിടയാകും. വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് നീ നോക്ക്. അവളുടെ ഉപജീവനമാർഗം മുഴുവൻ അവൾ ഇടുവാനായിട്ടിടയായി. ദൈവം അവളിൽ പ്രസാദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ, നിക്ഷേപ പാത്രങ്ങൾ അവർ തുറന്നു കൊടുത്തെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണമെന്ന് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിന് പ്രാപ്തി ഉള്ളതുപോലെ നമ്മൾ കൊടുക്കണമെന്നാണ് 3-ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്. 4-മതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ
അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. 4-ാമതായിട്ട് 2:12 വാക്യം, ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്വപ്നത്തിൽ ദൈവത്തിന് സ്തോത്രം, അത് വിദ്വാൻമാർക്ക് അരുളപ്പാട് കൊടുത്തു. യേശു കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് വ്യക്തമായി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാനായിട്ടിടയാകും. അത് ഒരു കാലത്ത് ദൈവത്തിന് സ്തോത്രം യേശു കർത്താവിനെ നീ കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ അത് വിശാലമായ അത് വഴിയാണ് ആ വഴി. എന്നാൽ ആ വഴിക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത്. നമുക്കറിയാം, മത്തായി സുവിശേഷം 7:13-14 വാക്യം വായിക്കുമ്പോൾ ഇടുക്കുവാതിൽ കൂടെ നമ്മൾ കടന്നു പോകണം. ഇവിടെ വേറെ വഴിയായിട്ട് അവർ കടന്നു പോകുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നത് എന്താ വേറെ വഴിയായിട്ട് പോയത്? നമുക്കറിയാം, യേശു കർത്താവിന് 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും വധിക്കാനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട് നമുക്കറിയാനായിട്ട് കഴിയും. യേശു കർത്താവ് ഒരു കാലത്ത് പറഞ്ഞ് ആ കുറുക്കനോട് പോയി പറയുന്ന ആ യേശു കർത്താവ് സ്വർഗത്തിലെ ദൈവം വിദ്വാൻമാർക്ക് വെളിപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവർ സ്വപ്നത്തിൽ കണ്ടു. ഇനി ആ വഴിക്ക് പോകരുത്, വന്ന വഴിക്ക് പോകരുത്. യേശു കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിത്യ സ്വർഗ്ഗരാജ്യത്തേക്കുള്ള വഴിയിൽ കൂടെ മാത്രം നമ്മൾ പോകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവൻ്റെ പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് സ്വദേശത്തേക്ക് എന്നേക്കുമായിട്ടുള്ള നിത്യതയുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഇനി ആ പഴയ വഴിക്ക് നമ്മൾ പോകരുത് എന്നാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടട്ടെ. ഇന്ന് ചിന്തിച്ച ചിന്തകൾ ഇപ്രകാരമാണല്ലോ. 1, യേശുവിനെ സൂക്ഷ്മതയോടെ അന്വേഷിച്ച് കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ യേശുവിനെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. 2-ാമതായിട്ട് കർത്താവിന് പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. 4, സ്വർഗീയ വഴിയിൽ കൂടെ യാത്രക്കാരായി തീരണം. പഴയ വഴിക്ക് നീ പോകരുത്, സ്വർഗീയ വഴിയിൽ കൂടെ യാത്രക്കാരായി തീരണം. എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടട്ടെ. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം നിൻ്റെ ആത്മാവിനെ പകരണമേ കർത്താവേ. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവേ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഒരു പുത്തൻ സൃഷ്ടിയായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിച്ചാട്ട കർത്താവേ. നന്ദിയോടെ സ്തോത്രം. യേശുവിനെ സൂക്ഷ്മതയോടുകൂടെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ. അത് മാത്രം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നവരായിട്ട് മാറുവാൻ എല്ലാവരും ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശു ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ കൊടുക്കുവാനായിട്ടുള്ള മനസ്സ് എല്ലാവർക്കും കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല കർത്താവെ, ഇനി വേറെ വഴിയായിട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പഴയ വഴിയിൽ കൂടെ പോകാതെ കർത്താവെ, പുതിയ വഴിയിൽ കൂടെ യേശു കർത്താവിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള വഴിയിൽ കൂടെ കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരെയും സഹായിച്ചാട്ട കർത്താവെ. ദുഷ്ടൻ പതിയിരിപ്പ് നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം മോചനം തന്ന് കർത്താവെ, നന്ദിയോടെ സ്തോത്രം വിദ്വാൻമാരെ അയച്ചതുപോലെ നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവെ. സകല മാനം മുഖത്തുറക്കപ്പെട്ട കുഞ്ഞാടെടുത്താട്ടെ. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.